മറ്റ് സർക്കാരുകൾ കൊണ്ടുവരുന്ന ഏതൊരു പദ്ധതിയെയും എതിർക്കുകയും സമരം ചെയ്ത് ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളത് CPM-ന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. അതുതന്നെയായിരുന്നു അവർക്ക് വിഴിഞ്ഞം പദ്ധതിയും. ഉമ്മൻചാണ്ടിയെ ആക്ഷേപിച്ചും കടൽ കൊള്ള എന്ന് പത്രത്തിൽ എഴുതിയും പദ്ധതിയെ വരവേറ്റ CPM ഇന്ന് അതിന്റെ പിതൃത്വത്തിനായി കിടന്ന് കരയുകയാണ്. അതിന്റെ യഥാർത്ഥ പിതാവായ ഉമ്മൻചാണ്ടിയെ മറന്ന് പിണറായി വിജയനെ പിതാവാക്കാനുള്ള തന്ത്രമായിരുന്നു വിഴിഞ്ഞം പദ്ധതിയിൽ CPM-നുണ്ടായിരുന്നത്. എന്നാൽ അത് പാളി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസനത്തിന് തുടക്കം കുറിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുമ്പോൾ വിപുലമായ ഒരു പബ്ലിസിറ്റിയാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഭരണപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി എന്നത് ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയുടെ ഫലമാണെന്ന് അക്കമിട്ട് നിരത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞുകൊടുത്തത് ആ വേദി കീഴടക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായ V ശിവൻകുട്ടിയും വാസവനും വേദിയിലിരിക്കെ തന്നെയായിരുന്നു സതീശൻ ഈ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഒന്നാം ഘട്ട നേട്ടങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചാണ് സതീശൻ ഓർമ്മിപ്പിച്ചത്. അദാനി ഗ്രൂപ്പിന് ഈ പദ്ധതി നൽകിയപ്പോൾ അത് കടൽ കൊള്ളയാണെന്ന് ആക്ഷേപിച്ച് സമരം ചെയ്ത അന്നത്തെ ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പിനുള്ള മറുപടിയായി സതീശന്റെ വാക്കുകൾ മാറി. 1990-കളിൽ ആരംഭിച്ച ഈ വലിയ സ്വപ്നത്തിന് 2015-ൽ ജീവൻ നൽകിയത് ഉമ്മൻചാണ്ടിയാണെന്നും അന്ന് തടസ്സവാദങ്ങൾ ഉന്നയിച്ചവർ ഇന്ന് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വെമ്പുന്നത് ശരിയല്ലെന്നുമുള്ള സന്ദേശം സദസ്സിൽ അലയടിച്ചു. അത് കോൺഗ്രസും UDF-ഉം മാത്രമല്ല, സംരംഭകരും ഉറപ്പിച്ചതോടെ മുഖ്യമന്ത്രി തലതാഴ്ത്തി. അതായത് മുഖ്യമന്ത്രിയെ കൂടുതൽ വെട്ടിലാക്കിയത് അദാനി പോർട്സ് MD കരൺ അദാനിയുടെ വാക്കുകളായിരുന്നു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ വിഴിഞ്ഞം പദ്ധതിക്ക് അടിത്തറയിട്ടത് ഉമ്മൻചാണ്ടിയാണെന്ന് കരൺ അദാനി നന്ദിയോടെ സ്മരിച്ചു. അദാനി ഗ്രൂപ്പിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചതും പദ്ധതിക്കായി ചുവപ്പ് നാടകൾ നീക്കിയതും ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണമായിരുന്നുവെന്ന് കരൺ അദാനി പറഞ്ഞപ്പോൾ സർക്കാരിന്റെ നേട്ടമായി മാത്രം പദ്ധതി അവതരിപ്പിക്കാൻ ശ്രമിച്ച പിണറായി വിജയന് അത് വലിയൊരു തിരിച്ചടിയായി. ഭരണപക്ഷം പദ്ധതിയോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പദ്ധതിയുടെ പിതൃത്വവും ക്രെഡിറ്റും ഉമ്മൻചാണ്ടിക്കാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടെ വേദിയിലെ രാഷ്ട്രീയ ചിത്രം മാറി. ഏതായാലും പിണറായി സർക്കാർ ആഘോഷമാക്കാൻ ശ്രമിച്ച വിഴിഞ്ഞം രണ്ടാം ഘട്ട വേദിയിൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് തിളങ്ങി നിന്നപ്പോൾ അത് CPM-നും ഇടതുമുന്നണിക്കും അപ്രതീക്ഷിത പ്രഹരമായി. ഉമ്മൻചാണ്ടി എന്ന പേര് വിഴിഞ്ഞത്ത് തന്നെ ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കുമപ്പുറം മുഴങ്ങുമെന്ന് ഉറപ്പിച്ചിട്ടാണ് സതീശൻ ആ വേദി വിട്ടത്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതും CPM-നെ പ്രതിരോധത്തിലാക്കുമെന്നതുമായ ഒരു രാഷ്ട്രീയ വിജയമായി അങ്ങനെ ഈ ചടങ്ങ് മാറി.